ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ച നമ്മൾ ഓൾറെഡി ഒരു വ്ളോഗ് ഇട്ടു. അപ്പോൾ രണ്ടാമത്തെ വ്ളോഗിൽ കാണേണ്ടത് എന്താ വെച്ചാൽ നമ്മളൊരു ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ നമ്മളെ കൂടെ ബാസിലുണ്ട്. ഇങ്ങോട്ട് വാ ഈ സൈഡ് വാ, ഇങ്ങോട്ട് വാ. വാതിലും തുറക്കൂ. അച്ചപ്പം എങ്ങനെയുണ്ട്? ടോപ്പ് അച്ചപ്പം അല്ലേ? ഇന്നലെ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെറുതെ വന്നാണ് ഒരു വീഡിയോക്കാർ. കാറ് മണണ്ടോക്ക്, ഒന്ന് മണത്തോക്ക്, മണക്ക് ചെറുതായിട്ട് ആ ടേസ്റ്റ് ഉണ്ട്. എന്താ തിന്നോ? ആ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കൂടെ റിച്ച് ഉണ്ട്, സ്റ്റീലിൻ്റെ. അപ്പോൾ സ്റ്റീലിന് ഏറ്റവും ഇഷ്ടം ഓവർ സൈസ്ഡ് ഡ്രസ്സുകളാണ്. അപ്പോൾ ഓൻ എന്താ വെച്ചാൽ കിട്ടലുമില്ല. അപ്പോൾ ഓൻ ഓവർ സൈസ്ഡ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് എന്താ ഈ ചുണ്ടി ഇന്ത്യ ഡ്രസ്സുകൾ ഇടും. ഇതായിരുന്നാ ഇതിൻ്റെ ദീച്ചുവിൻ്റെ എല്ലാ വീട്ടിലെയും അനിയന്മാരെ, അതായത് അടിക്കടിക്ക് അനിയന്മാർ വരുന്നതോറും ഓൽക്ക് ഈ ലഭ്യത കൂടിക്കൊണ്ടിരിക്കും. അതായത് ഈ വസ്ത്രങ്ങളെ ലഭ്യത കൂടുതലായി. കാരണം അതായത് ഏട്ടന്മാരെ സാധനങ്ങൾ കിട്ടും, ഏട്ടന്മാരെ വാച്ചുകൾ, ഏട്ടന്മാരെ ഫോണുകൾ. അതായത് ഐഫോൺ 15 ഇറങ്ങുമ്പോൾ 14 5 കിട്ടും, 13 അതിൻ്റെ അടിയിത്താക്കൂട്ടും. അങ്ങനെയാണ് ഇവിടെ സമ്പ്രദായം ഞാൻ കൊണ്ടുവരല്. കൈമാറി വരുന്ന മുതലുകളെ കിട്ടുള്ളൂ. അല്ലാതെ പുതുതായിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മളെ അരികിൽ എത്തിച്ചേരില്ല. ഓഡിയോ ഒന്നുമല്ല ഇതിമ കൂടെ താടിയൊന്ന് ഇല്ലല്ല, ഇമ കൂടെ വരൂല. വെട്ടുമ്പോ കൂടെ താടിയില്ല. എനിക്ക് താടി വരുമ്പോ ഇവിടെ ഒരു ഒഴിവുണ്ടാവും. എല്ലാവരും ചോദിച്ചത് വട്ടം എന്തായാലും ഈ വെട്ടെന്ന് പറഞ്ഞാല് പണ്ട് ഇപ്പച്ചിന്റെ ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് ഒന്ന് വലിയ ആളായി കണ്ട് ഷേവ് ചെയ്താണ് ഈ വെട്ട്. ഷേവിംഗ് സെറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇത്ര ബ്ലേഡ് എടുത്തായിരുന്നു. ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ ബ്ലേഡ് എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെയാണ് ഷേവ് ചെയ്യേണ്ടത്. അഫീഫ് ചെരിച്ച് ഷേവ് ചെയ്തു. അതിലൂടെ കീറി ഫുള്ള് ചോരപ്പാടും മുറികളും ആയി. അപ്പം ഫുൾ ഓവർ സൈസ്ഡ് ഡ്രസ്സ് ഇട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഞാനാണെങ്കിൽ ഒരു ഫംഗി സ്റ്റൈൽ ഡ്രസ്സ് ഇട്ടിട്ട് ചെങ്ങായി അച്ചപ്പം കേടാൻ നിൽക്കണെന്ന് പറഞ്ഞിട്ടും തിന്നുക. ഇതിന്റെ മണം നോക്ക്. ടേസ്റ്റ് ബ്രോ, സ്മെൽ ദിസ് ബെഞ്ചി. Just smell this and tell me if it's good or not. bad. Huh? It's bad. The oil. There's something. No. ആ പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യരാശിക്ക് അത് ഒരു വേസ്റ്റ് ആയി ഇവിടെ കിടക്കരുതല്ലോ വിചാരിച്ചു. എന്താ നമ്മളങ്ങനെ തിന്ന് ജീവിച്ചോണ്ടാ നമ്മളിപ്പോ ഇങ്ങനെ നടക്കണം. മതി. ചായപ്പൊടിയൊക്കെ ആയിരിക്കും. അപ്പം സ്റ്റീലുണ്ട്. എല്ലാവരും ഞങ്ങൾ കൂടെ പോവാണ്, ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ചായ കുടിക്കാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ ഒരു പീടിക്കാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടുന്ന് കാണാം. അതിൻ്റെ ഇടയിൽ റിച്ചുവിൻ്റെ മനോഹരമായ 1-2 ഗാനങ്ങൾ ഓൺ ദ വേ നിങ്ങൾക്ക് കേൾക്കാം. ഇല്ലുമിനാറ്റി, പിന്നെ ഏതാണ് റിച്ചോ, ബിഗ് ഡോഗ്സ് തുടങ്ങിയ പുതിയ ഏറ്റവും പുതിയ ഹബീബി ട്രിപ്പ് തുടങ്ങിയ പുതിയ ഗാനങ്ങൾ. ഹനുമാൻ കൈൻഡ്, റിച്ചു മൈൻഡ് പുതിയ ഗാനം, സീൻ സാധനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഗാനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് കേൾക്കാം. ബാ പോവല്ലേ, അത് നമ്മൾ പോവുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ കത്തമാകും. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ? അള്ളാന്റെ കൊല്ലി ഇല്ലല്ല, കൈയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മള് റൈറ്റ്. ആദ്യമായി നമ്മൾ ഏത് ഗാനാണ് പാടുന്നത്? ഹനുമാൻ കൈൻഡ് പാടി അനശ്വരമാക്കിയ റിച്ചു മൈൻഡ് എന്നുള്ള ഗാനം നമുക്ക് ഇവിടെ കേൾക്കാം. തുടങ്ങിക്കോ. അത് ഹനുമാൻ കൈൻഡ് പാടി ബിഗ് ഡോഗ്സ്. ഇങ്ങോട്ട് നോക്ക്. Stacco, alla catengeco, banano, negando, la Che me metta. Stacco, alla metta. casa monaco, the deco. I bought it. Yeah, vede aumenti, beh, match, come on, the feco, stacco, on the catungo. ഇനി അടുത്ത് തുടക്കട്ടെ. ഇതിൽ പാടങ്ങി തെറിച്ചോ? ഇനി അടുത്ത ഗാനം ഇല്ലുമിനാറ്റി. ആടോ ആണോ? ആണല്ലോ പണ്ട് ആടിന്നൻ മകരെ പെൺമകരെ നിങ്ങൾ സൂരി ചന്ദ്രനും ഒന്നയവനേക്കാളും കത്ത് വെച്ച രക്ഷകനെ സുമാരാകാൻ നിങ്ങൾ കണ്ണനായി വന്ന ഭയമേ മാറിക്കൊത്തി എണ്ണൻ വന്ന കുമ്പട്ടുന്നിൽ ഇരുട്ടിൽ ചുറ്റി വാടും രാജാവ് അരും ചൊല്ലി ഇവിടെ തൊടി
ഇടേ എക്കിട്ടെടുക്കണി വെള്ളം വേണോ ഇതല്ലേ ഈ പാട്ടിന്റെ ഇടയിൽ എക്കിട്ട് എടുക്കണമല്ലോ ആദ്യമായിട്ടാണ് ഒരു സിംഗർ ആകുമ്പോൾ എക്കിട്ട് എടുക്കാത്ത രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് സ്റ്റേജ് കയറണ്ടേ പാട് ബാക്കി ആടിൻ തിരക്ക് ആലം കടുത്ത് വെച്ച അണ്ണൻ നോക്കിയെടുക്ക അവിടെ നല്ല കുണ്ടുണ്ട് ചാടിയ അവിടെ മറ്റേ വിദ്യാലയം കുത്തുക തോക്കി ശീലം കൊണ്ട് മാറാത്ത വ്യാധി നിങ്ങൾ കുട്ടി വെച്ചോറ കളി തീരാത്ത വാശി നന്മിഷടാ വന്നൊരു കുപ്പിന്ന് പണ്ടയ വെച്ച് കട്ടച്ചോറ കൊണ്ടേജു ചടസത്ത് കരുത്ത് പിന്നെ ഇവനെ പടച്ചു വിട്ട കടബുള് 10 ഇലുമിനാറ്റിയോ ഇല്ലുമിനാറ്റി അണ്ണൻ തലമാറക്കൊല മന്നുമിനാറ്റി അണ്ണൻ തനി വായക്കൊല മല്ലുമിനാറ്റി മതി മതി മതി. അപ്പം നമ്മളെ 2 ഗാനങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ ഗാനങ്ങൾ അടുത്ത വ്ളോഗുകളിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചായപ്പൊടിയിൽ ഓടോടാ കുട്ടിയെ മഴ വെള്ളണ്ട നല്ല മഴ കേട്ടോ നല്ല ദിവസം വന്ന് നമ്മളൊരു കാത്തുക്കലൊന്നുമില്ലേ കയറി തിന്നൽ തുടങ്ങിയില്ലേ ഒരു കട കൊണ്ടാ ബിസ്മില്ലാ മുട്ട അനക്കെന്തൊക്കെയാ വേണ്ടി എടാ ആ ചെറുത് ഇവിടെ റിച്ചോ അനക്കെന്താ വേണ്ടി ഇന്നോടെ ഞാൻ ഇതുവരെ വന്ന് ചെറുപയം എല്ലാവരും ഉണ്ട് നമുക്ക് ചായറിനൊക്കെ ഉണ്ടോ മൂപ്പര് അപ്പോൾ മൂപ്പര് നമ്മളെ വ്ളോഗും സാധനങ്ങളൊക്കെ കാണലുണ്ടോ മൂപ്പര് ഇവിടെ കുട്ടികളും എല്ലാവരും കാണലുണ്ടോ അവർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു ഒരു കാടമുണ്ട ഒരു പ്ലേറ്റ് ഒന്നല്ല കേട്ടോ ഒരു സമൂസ എന്താ വേണ്ടി ഓർഡർ ചെയ്തോ എന്നാ മൈക്കായി പിടിച്ചോ അല്ല മൈക്കായി പിടിച്ചോ എനിക്ക് ഒരു പ്ലേറ്റ് ഒരു കട്ട്ലറ്റ് ഒരു കട്ട്ലറ്റ് എടുത്തു ഒരു സമൂസ എടുക്കും ബാക്കി പിന്നെ പറയാം ആ അത് ഇത് വെച്ചേരേ അവിടെ വെച്ചാൽ ഇല്ല ഒരു സ്ട്രോങ് മധുര കൂട്ടി ചായ ആരൊക്കെ കുടിച്ചപ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ പാടില്ല ഗൈസ് ഫോട്ടോ എടുക്കാൻ വന്ന ആൾക്കാരാണ് ഫോട്ടോ എടുക്കുന്നത് പോകുന്നു എന്താണ് ഫോട്ടോത്തിന് 10 രൂപയാണ് ആരാ കാണാൻ 5 ഫോട്ടോത്തിന് 10 അപ്പൊ ഒരുപാട് ഐറ്റം കടികളുണ്ട് നമുക്കിവിടെ ചിക്കൻ സമൂസ ഉണ്ടോ ഒരു 2 സമൂസ ഉണ്ട് ആരണ്ടെണ്ണം ഇല്ല അനക്കൊരു സമൂസയാണ് ഇതൊന്നും അനക്കാ എനിക്കറിയാം ഞാൻ ഒന്നെടുത്ത് അയിമെന്ന് വെച്ച് കടിച്ചാൽ വരും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒന്നുകൂടെ എടുത്ത് അല്ല സ്നേഹം കൊണ്ടൊന്നല്ല നമ്മള് 6th സെൻസ് കച്ചവടമല്ലോ കച്ചവടം കൂടി തമ്മിലടി അല്ലട്ടോ ഒരു ഓർഡർ പറഞ്ഞെടുത്താണ്
ജ്യൂസ് ഉണ്ടോ? ലൈം മാത്രം അല്ല, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടോ? പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടോ? ലൈമാണല്ലേ? ആ ഷുഗർ കട്ട് ചെയ്യണം വിചാരിച്ചു. ഇതിലും ഷുഗർ ഇല്ലല്ലോ? ഇല്ലല്ലോ. ലേശം എണ്ണ ഉണ്ട്. ഉള്ളിവട ഓർഡർ ചെയ്തിരിക്കേനി. അതിൽ പോകുമ്പോൾ എന്നിട്ട് ചിക്കൻ കാലയുടെ തട്ടേക്ക്. അപ്പം തന്നെ ഉള്ളിവട ക്യാൻസൽ ചെയ്തിട്ട് ചിക്കൻ കാല എടുത്തു. മൂപ്പര് ഇടവണ്ണ പിടിയിലുണ്ടായിരുന്നു. എന്നെ അവിടെ തൊട്ട് പരിചയം ഉണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് അറിയാം ഞാൻ ഒരു മീഡിയം ചായ ഒന്നായിട്ട് ചൂടില്ലാതെ ചെറിയ ചൂടിലാണ് കുടിക്കുന്നത്. അപ്പം മൂപ്പര് അത് എനിക്കും വേണ്ടി സ്പെഷ്യൽ ഉള്ളെന്ന് എടുത്ത് കൊടുന്ന് എനിക്ക് വെച്ചെന്ന് കേട്ടോ. നമ്മളെ സ്വന്തം ആളാണ്, പ്രിയപ്പെട്ട ആളാണ്. ചെങ്ങമര വല്ല കണക്കും കയ്യും കണക്കും ഉണ്ടോ തിന്നണേല്? രണ്ടായിട്ടുള്ളൂ. കേട്ടോ അപ്പൊ ഗൈസ്, ഇതാ നമ്മളെ റിച്ചുവിന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്ന് എന്തൊക്കെ തിന്നു KG ബായ്, റോക്കി ബായ്? അറിയില്ല, കടക്കില്ലാതെ അറ്റമില്ലാത്ത അത്ര തിന്നു. ഒന്നുകൂടി ഉണ്ട്. വിങ്സ് തന്നെ എങ്ങനെ കാണിച്ചെടുത്താ ആൾക്കാർക്ക്? തിന്നേ. എന്ത് ദേശന്റെ കോയിനോട് എന്തേലും അത്ര കടിച്ചു ടൈം ഒന്നും ഒരു തുള്ളി പോന്നിട്ടില്ല. പല്ലിന് മുറിച്ചല്ലേ? എല്ലാരും പേരും തീറ്റ നിൽക്കുന്നു കേട്ടോ. ഹായ്, എന്റെ പേരെന്താണ്? എത്ര ക്ലാസ്സിലാണ്? 5. തുള്ളിയാണ് നിങ്ങളുടെ നാളെ നാനഞ്ഞിക്കണല്ലേ കുട്ടനെ ഫുള്ള്. ഈ കോട്ടുണ്ടായിട്ട് എങ്ങനെ തന്നെ ഇരുന്നപ്പോ ഏത് സ്കൂളിലാ? കാപ്പില് സ്കൂളില്. ചായ കുടിക്കാൻ വന്നാണോ? ചായ കുടിക്കാൻ വന്നാണോ? ആ, മൂന്നാളെ പോയിന് ചെക്കിങ് ഉണ്ടായി പറഞ്ഞ. ആ ഓക്കെ. വണ്ടി നമ്പർ കാട്ടണ്ട ഏതായാലും. വണ്ടി നമ്പർ പെടണ്ട, ബ്ലോഗ് എടുക്കണ. എന്നാ കാണാം. ചായ കുടിച്ചാ വിട്ടനെ? ഓക്കെ. ബാസിൽ പറഞ്ഞേ 2 വലിയ അടി, ഒരു മിക്സ് കാണിച്ചാ. 2 വലിയോ? 2 മുറുക്ക്. എന്തൊക്കെ 2 വലിയ വലിച്ച് വേണ്ട. ഇതിന്റെ സ്ട്രോങ് പോകും. മൂടാണ്. വേണ്ട, മൂടില്ല. യൂട്യൂബില് ഇടണം, ഉറപ്പായിട്ടും. അപ്പം ബാസിൽ എന്നിട്ട് ഞാൻ ഒരു സ്ട്രോങ് ചായ പറഞ്ഞു. ബാസിൽ തന്നെ ഒരു സ്ട്രോങ് പാല് പറഞ്ഞു. വെള്ളമൊന്നും കൂടാതെ ഒരു പാല് തരണം. എന്നിട്ട് പാല് സ്ട്രോങ് പാലിട്ട് കുടിക്കും. എന്റെ പ്രശ്നം ഒരു മുറുക്ക് കുടിക്ക്. ഇതൊക്കെ പാർന്ന അതിന്റെ ഇത് പോട്ടോ. അടി ഞാൻ കുടിച്ചാ ഒരു സിപ്പ് അടിച്ചാ എങ്ങനെയുണ്ട്? കോളായി തന്നാലോ? ഇതിന് നല്ല മധുരമായി. അപ്പൊ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ തന്നാല് പിന്നെ ബാക്കി കുടിച്ചാൽ മതി. ദോശയും ചട്നിയും തിന്നു. അല്ല മുത്ത, അല്ല ഇതെന്ത് കറിയാ? ചട്ടിനി കറി പോലെ. എത്രാമത്തത്? കോഴി 3-ാമട്ടാ. അറിയുള്ളൂ. ആ, എവിടുക്ക കോഴി 3-ാമത്തെയാണ്. ബാക്കി എനിക്കറിയില്ല. തിന്നണ എണ്ണം പോലും ഇല്ലേ? ആദ്യം ഒരു വട, ഒരട, ഒരടി, ഒരിടി വടന്ന്. പിന്നെ അപ്പോഴാണ് ഇത് വന്നത്, ചിക്കൻ. അതുണ്ട്. അപ്പൊ 2. പിന്നെ ഒരു മുട്ടന്ന് കാടമുട്ട. അത് 4. കാടുമുട്ട, കാട്ടിലെ മുട്ട, കാടുമുട്ട, കാളമുട്ട ഒക്കെ തിന്നു. പിന്നെ അങ്ങനത്തെ 2 അപ്പൊ എല്ലാരും ശ്രദ്ധിക്കട്ടോ. ഇങ്ങനെ അധികമായി ഒന്നും കഴിക്കാണ്ടിരിക്കുക. ഇതൊന്നും ശരിയായ ആശയമല്ല. പക്ഷെ പാവം ഓനോടൊരു ആഗ്രഹം പറഞ്ഞു, ചായ കുടിച്ചാൽ പോണം. വേറെ കുടിച്ചോ? കുടിച്ചോ. മധുരല്ല, അതാ പറഞ്ഞേ. കുടിച്ചോ. ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ചായ ഔട്ടിംഗ്? Of course. You like it? കോഴിക്ക് കറിയാണ് കൂട്ടണേട്ടാ. കോഴി കറിയാണ് കൂട്ടണേതാ. കണ്ടോളി.
അപ്പം എൻ്റെ ചായ വേണ്ട നല്ല എനിക്ക് വേണം. താങ്ക്സ് ബ്രോ, താങ്ക് യു. ഓക്കെ ബ്രോ, എടുത്തോ ബ്രോ. മധുരടാത്തൊരു ചായ പറഞ്ഞു ബോസ് എന്തെങ്കിലും അവിടുന്ന് കുറച്ച് മധുരമായിട്ട് ബ്രോ പറഞ്ഞത്. മധുരം തീരല്ല. മതി അവിടെ വെക്കല്ലോ, കുടിച്ചാണെങ്കിൽ മതി, അല്ല എനിക്ക് വേണം. പെരിയിൽ എന്ത് പ്രിന്റ് ചെയ്യാനാണ്? സ്കൂളിൻ്റെ സാധനം ഞങ്ങളെ വീട്ടിൽ നിന്നാണ് ബാസിൽ പ്രിന്റ് ചെയ്യുന്നത്. സ്കൂളിൽ സ്വന്തമായിട്ട് സാധനമല്ലേ? സ്കൂളിലുണ്ട്, പക്ഷേ നാളെ രാവിലെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് പറ്റൂല. ആവശ്യമില്ല. അപ്പം നമ്മൾ ചായ കൂടി ഏകദേശം കഴിഞ്ഞു, കലാപരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. എന്താണ് ഇവിടെ എന്താ പറയുന്നത്? എന്താണ് പോട്ടെ 2 ദിവസമായിട്ട് എൻ്റെ ട്രാപ്പിലാട്ടോ, ഞാൻ വിട്ടിട്ടില്ല, പെരേക്ക് വിട്ടിട്ടില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ഇപ്പം എൻ്റെ പെരേക്ക് പെരൻ്റെ അങ്ങോട്ട് ബസ് എത്തൂല, ചുരുളിയാണ്. ഇവിടുന്ന് പെരേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവരിന്ന് സ്റ്റാൻഡിൽ ആക്കി തരണം. ആകെ 2 വഴി അറിയണേ. ആ 2 വഴി അറിയാം, ഒന്നെന്തോ പൊളിച്ചിട്ടാണ്, മറ്റൊന്ന് റെയിൽവേ നിറണ്ടാവും പൂട്ടിയിട്ടാണ്. അതുകൊണ്ട് ഏതോ കാട്ടിൽ കൂടെ പോകണം. ഒരു സാധാരണക്കാരൻ എൻ്റെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓൾക്ക് തിരിച്ചു പോകാൻ ആവശ്യമായ തക്ക വഴികളൊക്കെ ഇപ്പോൾ പൂട്ടി നിലമ്പൂർ. അപ്പോൾ ഇപ്പോൾ വേറെ കുരുക്ക് വഴികളിലൂടെ പോകണം, അത് പിന്നെ അറിയില്ല. അപ്പോൾ പോകാൻ പറ്റാത്തപ്പോൾ 2 ദിവസം നിൽക്കാം. അപ്പം ഞാൻ പറഞ്ഞ നാളെ ഓഫീസുണ്ട്, ആക്കി തരാൻ പറഞ്ഞു. ഇന്നലെ രാത്രി സൽമാൻ്റെ കൂടെ പോകാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രാവിലെ 11 മണിക്ക് കോഴിക്കോട് എത്തേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ രാവിലെ പോകാറ്. ഞാൻ വരെ വിശ്വസിച്ച് രാവിലെ പറയാം അത് മാറ്റി, എന്നിട്ട് ഇന്ന് പറയാം ഇന്ന് വൈകുന്നേരം കോഴിക്കോട് വന്ന് പറഞ്ഞു. ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എങ്ങനെയുണ്ട് റിച്ചോ? എങ്ങനെയുണ്ട്? ആ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് കുടിച്ചിട്ടുണ്ടോ? എന്തായാലും കട്ട് ചെയ്തോ? കട്ട് ചെയ്യടാ.